നമുക്ക് ഈ പുതിയ വർഷത്തില് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാനും ദൈവവചനം ഷെയർ ചെയ്യുവാനും അതിലൂടെയുള്ള വലിയ സന്തോഷം പ്രാപിപ്പാനും കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മെസ്സേജ് ചില വ്യക്തികളെ ഭയങ്കരമായി സ്പർശിക്കാൻ പോകും. ഇയ്യോബിന്റെ പുസ്തകം 33 അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരും. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. കർത്താവിനോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആരുടെയോ ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിനകത്തൊരു ഹോളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വലിയ ഭാരത്തിലായിരിക്കുന്നു. കർത്താവിനോട് പറയുന്നു, അത് സൃഷ്ടിക്കപ്പെടാം. നമ്മുടെ സൃഷ്ടാവ് ആരാണ്? ദൈവമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ സൃഷ്ടാവാണ്. ഈ ആത്മാവ് വരുമ്പോൾ അവിടെ സൃഷ്ടിപ്പ് നടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിപ്പ് നടക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിയേഷൻ നടക്കുന്നു. ആരുടെയോ ജീവിതത്തിൽ യൂട്രസിന്റെ പ്രോബ്ലം, ഹോർമോൺ പ്രോബ്ലം, തലമുറ ജനിക്കാതെ ഇരിക്കുന്നു. ജനിച്ച തലമുറകൾ നശിച്ചു പോകും. ഇപ്പോൾ വയറ്റിൽ കിടക്കുന്നത് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ വേദനയിലിരിക്കുന്ന ചില വ്യക്തികൾ. എന്നാൽ കർത്താവ് പറയുന്നു, അതൊരു പെർഫെക്ഷൻ ആക്കി ദൈവം മാറ്റും. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരും. കർത്താവ് ഊതുമ്പോൾ, ബ്ലോ ചെയ്യുമ്പോൾ അവന്റെ ശ്വാസം നമ്മളിലേക്ക് വരുന്നു. നമ്മൾ ജീവനുള്ള വ്യക്തിയായി മാറും. ഇന്ന് ആ ദൈവത്തിന്റെ ശ്വാസം, ആ ജീവൻ നിങ്ങളിലേക്ക് വരികയും നിങ്ങളുടെ ജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന, മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന, മരണത്തോട് മല്ലടിക്കുന്ന ആ വലിയ വിഷയത്തിൽ എന്റെ കർത്താവ്, യേശു കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ആരും സംശയിക്കേണ്ട. ദൈവത്തിന്റെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ പോയിട്ടില്ലാത്ത ചില ആത്മമണ്ഡലത്തിലൂടെ, പുതിയ പാതയിലൂടെ, സന്തോഷത്തിന്റെ പാത, സമൃദ്ധിയുടെ പാത, ആശ്വാസത്തിന്റെ പാത, ഇതിലൂടെ കർത്താവ് നിങ്ങളെ വഴി നടത്താൻ പോവുകയാണ്. നിങ്ങൾ നാളുകളായി ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ചില വിഷയത്തിന്റെ സൃഷ്ടിപ്പ് നടക്കാൻ പോകും. സൃഷ്ടികർത്താവായ ദൈവം നിങ്ങളുടെ ആ വിഷയത്തിൽ ഒരു വിജയത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രത്യാശയുണ്ടോ? ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന്. ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും. ഇന്ന് ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു സൃഷ്ടിപ്പ് നടക്കും. ദൈവത്തിന്റെ ശ്വാസം നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ മേൽ ഊതാൻ പോകും. അത് ജീവനുള്ളതായി തീരുകയാണ്. അത് അത്ഭുതമായി തീരുന്നു. ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ പുതിയ വർഷം വളരെ വേദനയോടെ കടന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഹൃദയത്തിനകത്ത് ചില ഹോളുകൾ വീണ്
യൂട്രസ് റിലേറ്റഡ് ആയി വലിയ ഭാരത്തോടെ ഇരിക്കുന്ന തലമുറ ജനിച്ചത് പ്രശ്നമായി തീർന്നിരിക്കുന്നു എന്നിരിക്കുന്ന അവസ്ഥയിലുള്ളവർ എല്ലാം പിടിപ്പിക്കപ്പെടാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി കർത്താവ് തീർക്കണമേ. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഐ ലവ് യു. ജനുവരി മാസം 24, 25 ഈ തീയതികളിൽ ഇവിടെ വെച്ച് കോൺഫറൻസ്. 26-ാം തീയതി രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഭാരതത്തിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രാർത്ഥന, വേൾഡിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രാർത്ഥന. നിങ്ങൾ അത് മിസ് ചെയ്യരുത്. ഉച്ച കഴിഞ്ഞ് ഒരു ഇമ്പാർട്ടേഷൻ സെഷൻ ഉണ്ടായിരിക്കും. സന്തോഷത്തോടെ കടന്നു വരിക. ഫുഡും എല്ലാം ഫ്രീ ആണ്. നിങ്ങൾ സന്തോഷം പ്രാപിക്കണം. God bless you.